വംശഹത്യയ്ക്ക് ഉത്തരവാദിയായ ക്രിമിനലായി ചിലർ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചേക്കാം. എന്നാൽ സ്വന്തം രാജ്യത്തിന് ഏറ്റവും ആവശ്യം വന്ന നാസി ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ച സമയത്ത് തൻ്റെ നിശ്ചയദാർഢ്യവും ഉരുക്കുമുഷ്ടിയും കൊണ്ട് നാസി ജർമ്മനിയെ തോൽപ്പിച്ച് ഹിറ്റ്ലറെ പരാജയപ്പെടുത്തി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിച്ച നായകനായി മറ്റു ചിലർ ഇദ്ദേഹത്തെ വാഴ്ത്താം. ശരിക്കും ആരാണ് ജോസഫ് സ്റ്റാലിൻ? ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നു ആരാണ് ജോസഫ് സ്റ്റാലിൻ എന്ന്. ജോസഫ് സ്റ്റാലിൻ്റെ അധികാരത്തിലേക്കുള്ള യാത്ര വിപ്ലവകരമായ റഷ്യയുടെ പശ്ചാത്തലത്തിൽ അഭിലാഷത്തിൻ്റെയും പ്രതിരോധശേഷിയുടെയും കണക്കുകൂട്ടിയ തന്ത്രത്തിൻ്റെയും ഒരുപിടി കഥയാണ്. 1878 ഡിസംബർ 18 ജോർജിയൻ പട്ടണമായ ഗോറിയയിൽ ജനിച്ച സ്റ്റാലിൻ്റെ ആദ്യകാല ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ചെരുപ്പ് നിർമ്മാതാവായ അവൻ്റെ പിതാവ് ക്രൂരനായിരുന്നു. അവൻ്റെ അമ്മ അലക്കുകാരിയായി വിശ്രമമില്ലാതെ ജോലി ചെയ്തു. അവരുടെ ദാരിദ്ര്യം വകവയ്ക്കാതെ സ്റ്റാലിൻ ഒരു പുരോഹിതനാകാനും അവനെ ഒരു പള്ളി സ്കൂളിലും പിന്നീട് ഡിഫ്ലിക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ ചേർക്കുമെന്നും സ്റ്റാലിൻ്റെ അമ്മ സ്വപ്നം കണ്ടു. സെമിനാരിയിൽ വെച്ച് കാൾ മാർക്സിൻ്റെ രചനകളിൽ സ്റ്റാലിന് അതിയായ താല്പര്യം തോന്നി. അത് അദ്ദേഹത്തിൻ്റെ വിപ്ലവ ആവേശം ആളിക്കത്തിച്ചു. അദ്ദേഹം മതപഠനം ഉപേക്ഷിച്ച് സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ച് ഭൂഗർഭ മാർക്സിസ്റ്റ് പ്രവർത്തനങ്ങളിൽ മുഴുകി. 1903 വ്ളാഡിമിർ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ ബോൾഷെവിക് വിഭാഗത്തിൽ സ്റ്റാലിൻ ചേർന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും സംഘടനാ പാഠവും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് അംഗീകാരം നേടിക്കൊടുത്തു. സ്റ്റാലിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ അപകടരഹിതമായിരുന്നില്ല. ഒന്നിലധികം തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ടു. പക്ഷേ എല്ലായ്പ്പോഴും രക്ഷപ്പെടാനും പോരാട്ടത്തിലേക്ക് മടങ്ങാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രതിരോധശേഷിയും കൗശല്യവും അദ്ദേഹത്തെ വ്യാപാര മുദ്രകളാക്കി മാറ്റി. ഈ കാലയളവിൽ സ്റ്റീലിൻ്റെ റഷ്യൻ പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്റ്റാലിൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെയും കഠിനാധ്വാനത്തെയും പ്രതീകപ്പെടുത്തുന്നു. 1917 റഷ്യൻ വിപ്ലവം സ്റ്റാലിനും രാഷ്ട്രത്തിനും ഒരു വഴിത്തിരിവായിരുന്നു. രാജവാഴ്ചയെ അട്ടിമറിക്കുകയും ബോൾഷെവിക്കുകൾ അധികാരത്തിൽ എത്തുകയും ചെയ്തതോടെ സ്റ്റാലിൻ പാർട്ടിക്കുള്ളിൽ പ്രധാന സ്ഥാനങ്ങൾ നേടി. വൈവിധ്യമാർന്ന സോവിയറ്റ് യൂണിയനിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ദേശീയതകൾക്കുള്ള കമ്മീഷണറായി. റഷ്യൻ ആഭ്യന്തര യുദ്ധത്തിലെ അദ്ദേഹത്തിൻ്റെ പങ്ക് കഴിവുള്ള നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയെ കൂടുതൽ ഉറപ്പിച്ചു. 1922 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സ്റ്റാലിൻ നിയമിതനായി. ഭരണപരമായി തോന്നിയെങ്കിലും അപാരമായ സാധ്യതകളുള്ള ആ പദവി വിശ്വസ്തരുടെ ഒരു ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനും സഖ്യകക്ഷികളെ പ്രധാന സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്നതിനും ക്രമേണ അധികാരം ഉറപ്പിക്കുന്നതിനും സ്റ്റാലിൻ ഈ പങ്ക് ഉപയോഗിച്ചു. 1924 ലെനിൻ്റെ മരണത്തിന് ശേഷം ലിയോൺ ട്രോട്സ്കി, ഗ്രിഗറി സിനോവീവ്, ലെവ് കാമനേവ് തുടങ്ങിയ എതിരാളികളെ പിന്തള്ളി തുടർന്നുള്ള അധികാര പോരാട്ടത്തിലൂടെ സ്റ്റാലിൻ കുതന്ത്രം മെനഞ്ഞു. 1920കളുടെ അവസാനത്തോടെ സോവിയറ്റ് യൂണിയൻ്റെ അനിഷേധ്യ നേതാവായി സ്റ്റാലിൻ ഉയർന്നു വന്നു. തന്ത്രപരമായ സഖ്യങ്ങൾ, നിർദ്ദയമായ തന്ത്രങ്ങൾ, രാജ്യത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവയാൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിലേക്കുള്ള ഉയർച്ച അടയാളപ്പെടുത്തി. ഒരു പാവപ്പെട്ട ജോർജിയൻ ബാലനിൽ നിന്ന് ഒരു മഹാശക്തിയുടെ നേതാവിലേക്കുള്ള സ്റ്റാലിൻ്റെ യാത്ര അദ്ദേഹത്തിൻ്റെ അസാധാരണമായ അഭിലാഷത്തിൻ്റെയും പ്രതിരോധ ശേഷിയുടെയും തെളിവാണ്. അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള ജോസഫ് സ്റ്റാലിൻ്റെ ജീവിതം അതിമോഹത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ക്രൂരമായ നിയന്ത്രണത്തിൻ്റെയും കഥയാണ്. സോവിയറ്റ് യൂണിയനെ ഒരു ആഗോള സൂപ്പർ പവറായി രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. അതേസമയം ഒരുപാട് മനുഷ്യരുടെ വലിയ കഷ്ടപ്പാടുകളുടെ പാരമ്പര്യം അദ്ദേഹം അവശേഷിപ്പിച്ചു. 1920കളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ നേതാവെന്ന നിലയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചതോടെയാണ് സ്റ്റാലിൻ്റെ ഭരണം ആരംഭിച്ചത്. രാജ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മനോഹരമായിരുന്നു. സോവിയറ്റ് യൂണിയനെ ആധുനികവൽക്കരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു കാർഷിക സമൂഹത്തിൽ നിന്ന് അതിനെ ഒരു വ്യാവസായിക ശക്തി കേന്ദ്രമാക്കി മാറ്റി. ഇത് നേടുന്നതിനായി സ്റ്റാലിൻ തൻ്റെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. അത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫാക്ടറികളും സ്റ്റീൽ പ്ലാന്റുകളും റെയിൽവേയും രാജ്യത്തിലുടനീളം ഉയർന്നു വന്നു. സോവിയറ്റ് യൂണിയൻ വ്യാവസായിക പുരോഗതിയുടെ പ്രതീകമായി മാറി. എന്നിരുന്നാലും ഈ പരിവർത്തനത്തിന് വലിയ ചിലവ് വന്നു. തൊഴിലാളികൾ കഠിനമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചു.
സംസ്ഥാനം അതിൻ്റെ ലക്ഷ്യങ്ങളോട് അചഞ്ചലമായ വിശ്വസ്തത ആവശ്യപ്പെട്ടു. ഗ്രാമപ്രദേശങ്ങളിൽ സ്റ്റാലിൻ ശേഖരണം നടപ്പിലാക്കി. കർഷകരെ അവരുടെ ഭൂമി ഉപേക്ഷിച്ച് കൂട്ടായ ഫാമുകളിൽ ചേരാൻ നിർബന്ധിച്ചു. ഈ നയം കാർഷിക കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നഗര വ്യാവസായിക വളർച്ചയെ പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ ഇത് വ്യാപകമായ ക്ഷാമത്തിലേക്ക് നയിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്തിന് ഭക്ഷണം ആവശ്യപ്പെട്ടതിനാൽ മരിക്കുകയും ചെറുത്തുനിൽപ്പിനെ സ്റ്റാലിൻ ക്രൂരമായ അടിച്ചമർത്തലിലൂടെ നേരിടുകയും ചെയ്തു. കൂട്ടവൽക്കരണത്തെ എതിർത്ത സമ്പന്നരായ കർഷകരെ കുലാഗുകൾ എന്ന സിസ്റ്റത്തിലേക്ക് സ്റ്റാലിൻ തള്ളിവിട്ടു. കുലാഗുകൾ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ നടത്തിയ ഹോളോകോസ്റ്റ് പോലെ സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്ന ശിക്ഷാരീതിയായിരുന്നു കുലാഗുകൾ. സ്റ്റാലിൻ്റെ ഭരണത്തെ എതിർത്തിരുന്നവരായ സകല മനുഷ്യരെയും കുലാഗുകളിൽ അടയ്ക്കുകയും കുലാഗുകളിൽ അവർ നിർബന്ധിത വേലയ്ക്ക് ഇരയാവുകയും ചെയ്തു. സ്റ്റാലിൻ്റെ ഭരണം ഭയത്തിൻ്റെയും ഭ്രാന്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചു. 1930കളിലെ മഹത്തായ ശുദ്ധീകരണം അദ്ദേഹത്തിന് നിഷ്കളങ്കതയുടെ ശീതളപാനീയമായ ഉദാഹരണമായിരുന്നു. അദ്ദേഹത്തിന് സംശയം തോന്നിയവരെയെല്ലാം, തനിക്കെതിരാണെന്ന് സംശയം തോന്നിയവരെയെല്ലാം സ്റ്റാലിൻ നിർദ്ദയം വധിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സ്റ്റാലിൻ എല്ലായിടത്തും ശത്രുക്കളെ കണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സൈന്യത്തിലും പൊതുസമൂഹത്തിലും അദ്ദേഹം ശത്രുക്കളെ കാണുകയും അവരെ ക്രൂരമായ അടിച്ചമർത്തലിലൂടെ നേരിടുകയും ചെയ്തു. കെട്ടിച്ചമച്ച കുറ്റങ്ങൾ ചുമത്തി ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് ആളുകൾ സങ്കല്പിക്കാനാവാത്ത കഷ്ടപ്പാടുകൾ സഹിച്ച സ്റ്റാലിൻ്റെ അടിച്ചമർത്തലുകളുടെ പ്രതീകമായ ഗുലാഗുകളിൽ നിർബന്ധിത ലേബർ ക്യാമ്പുകളിലെ ജോലിക്കാരായി മാറി. ഭീകരത ഉണ്ടായിരുന്നിട്ടും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സ്റ്റാലിൻ്റെ നേതൃത്വം നിർണായകരമായിരുന്നു. 1941 നാസി ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ സ്റ്റാലിൻ അതിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ രാജ്യത്തെ അടിനിർത്തി. സ്റ്റാലിൻഗ്രാഡ് യുദ്ധം ഒരു വഴിത്തിരിവായി മാറി. സോവിയറ്റ് പ്രതിരോധവും നിശ്ചയദാർഢ്യവും പ്രകടമാക്കി. യുദ്ധാവസാനത്തോടെ സോവിയറ്റ് യൂണിയനിലെ പലർക്കും സ്റ്റാലിൻ ഒരു നായകനായി ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ രീതികൾ കഠിനവും ക്ഷമിക്കാനാവാത്തതുമായി തുടർന്നു. യുദ്ധാനന്തരം സോവിയറ്റ് സ്വാധീനം വികസിപ്പിക്കുന്നതിലും കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ സ്ഥാപിക്കുന്നതിലും ശീതയുദ്ധം എന്നറിയപ്പെടുന്ന അമേരിക്കയുമായി കടുത്ത മത്സരത്തിൽ ഏർപ്പെടുന്നതിലും സ്റ്റാലിൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏറ്റവും അടുത്തവരെ പോലും അവിശ്വസിച്ചതിനാൽ അദ്ദേഹത്തിന് പിന്നീടുള്ള വർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒറ്റപ്പെടലുകളും ഭ്രമാത്മകതയും കൊണ്ട് അടയാളപ്പെടുത്തി. 1953 മാർച്ച് 5 സ്റ്റാലിൻ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മരിച്ചു. സ്റ്റാലിൻ്റെ ജീവിതം സങ്കീർണതകളും ഭിന്നിപ്പിക്കുന്നതുമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചു. അദ്ദേഹം സോവിയറ്റ് യൂണിയനെ ഒരു മഹാശക്തിയാക്കി മാറ്റി. പക്ഷേ അതിൻ്റെ വിലയായി കണക്കാക്കിയത് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളാണ്. അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള സ്റ്റാലിൻ്റെ കഥ വൈരുദ്ധ്യങ്ങളുടെയും പ്രതിഭയുടെയും ക്രൂരതയുടെയും അതിമോഹത്തിൻ്റെയും കഥയാണ്.